ചില സമയത്ത് ചില മെസ്സേജുകൾക്കൊക്കെ ഭയങ്കര പവറാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പവറേഷ് നമ്മുടെ കസ്റ്റമർ അയച്ചിട്ടുള്ള റിവ്യൂ മെസ്സേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു റിവ്യൂ. അത് കണ്ടപ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസം ശുഭമായെന്ന് പറയാം. ഒട്ടും താമസിക്കാതെ നമ്മുടെ കഥയിലേക്ക് കിടക്കാം. ഇനി നമ്മളൊരു ബാപ്റ്റിസം ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വാവ, ഒരു ചക്കട കൊക്കുടും മോനും ഒരു അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള കോംബോ ആയിരുന്നു കേട്ടോ ചെയ്തത്. നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ തീം ഇതായിരുന്നു കേട്ടോ. ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡായിരുന്നു അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഏകദേശം ആ കളർ ഷെയ്ഡിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സിൻ്റെ യോക്ക് പോർഷനിൽ കുറച്ച് എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് കളറിലും ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്ത് ഫില്ല് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ കടയിലെ മെയിൻ കണ്ടന്റ് കിടക്കുന്നത്. തീരും എന്ന് പറഞ്ഞ് തുടങ്ങിയ പണി ഏകദേശം ഒരു ഒന്നൊന്നരാഴ്ചയോളം ഞാനതങ്ങ് നീട്ടിക്കൊണ്ടുപോയിരുന്നു. വളരെ നിസ്സാരപ്പെട്ട ഒരു പനി, വൈറൽ ഫീവർ എന്ന് പറയും, അത് വന്നതോടുകൂടി ഉണ്ടല്ലോ വീട്ടിൽ ഓരോരുത്തരായിട്ട് ആശുപത്രിയിലായിരുന്നു. അങ്ങനെ അവസാനം രക്തസാക്ഷി ചെയ്ത് നമ്മുടെ സാറമോളായിരുന്നു കേട്ടോ. പാവം പനി പിടിച്ച് ഭയങ്കരമായിട്ട് അവശതയായിരുന്നു കേട്ടോ. അപ്പം ഈ സാറമോള ഹോസ്പിറ്റലാക്കിയതിൻ്റെ ഇടയിൽ കൂടിയായിരുന്നു ഞാൻ വന്ന് ഈ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒന്നൊരാഴ്ചത്തെ ഞങ്ങളുടെ പരിശ്രമത്തിന് ശേഷം നമ്മളുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. ആർക്കെങ്കിലും നിങ്ങൾക്ക് ബാപ്റ്റിസം ഡ്രസ്സസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളുടെ പേജിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബേബി ബോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബാപ്റ്റിസം ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ആയതുകൊണ്ട് പ്രോത്സാഹനം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ മോമിൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് ഇതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്.